ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സിപിഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ രാഷ്ട്രീയത്തിൽ അതീതമായി ബന്ധമുള്ള ശ്രീ നാഗപ്പൻ നായർ, നമ്മുടെ യുവ MP റഹീം സാറ്, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന മുൻ മേയർ ശ്രീ രാജൻ ബാബു സാർ, ജയം ബാബു സാർ, നമ്മുടെ MLA കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അങ്ങനെ MLA ആയി കാര്യങ്ങൾ വളരെ ഗൗരവമായി പഠിച്ചിട്ടുള്ള ആൾ MLA ആണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളൊരു കുടുംബത്തിൽ ഞങ്ങൾ 6 കോൺഗ്രസ്സുകാരാണുള്ളത്, ബാക്കി 20 CPM-കാരാണ്, LDF-കാരാണ്. പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് സംസാരിച്ച് ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ എല്ലാ വർഷവും ടൂർ പോകും, ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് എല്ലാം ഒരു ശക്തമായ നേതൃത്വമാണ്, വളരെ സമാധാനപ്രിയരാണ് എന്ന കാര്യം കൂടി ഞാൻ പറയാൻ പോകുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് എനിക്ക് എല്ലാവരും സഹായമുണ്ട്. അദ്ദേഹത്തിന് ഒരു പേടിയുണ്ട്. ശശികണ്ഠനെ ഇപ്പം രാജിവെപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അത് രാജിവെച്ചേ പറ്റൂ, അങ്ങനെയാണ് നിയമം. ഞാൻ പാർട്ടി അനുവദിച്ചാൽ, പാർട്ടി എന്നെ അംഗീകരിക്കുകയാണെങ്കിൽ, എനിക്ക് പ്രത്യേകമായ ഒരു താല്പര്യമില്ല, പാർട്ടി എന്നെ അംഗീകരിക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സഹായം തന്നാൽ ഞാൻ ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയം എനിക്ക് വേണ്ട. എൻ്റെ തോപ്പിക്കാർക്ക് കഴിയില്ല. ഞാൻ 45 വർഷത്തെ ജനപ്രതിനിധിയാണ്. ഞാൻ 20 വർഷം വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 5 വർഷം വൈസ് പ്രസിഡന്റ്, 10 വർഷം മെമ്പർ, 5 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, 15 വർഷം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ്. ഇപ്പോൾ എൻ്റെ പാർട്ടിയുടെ നേതാവായിരുന്ന അഴിമതിക്കാരനായ ഈ പാർട്ടിയെ, കോൺഗ്രസിനെ തിരുവനന്തപുരത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ വെള്ളനാട് സർവീസ് ബാങ്കിൽ അന്വേഷണം അഴിമതിയാണെന്ന് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു. അഴിമതി ഉണ്ടെങ്കിൽ ഈ ആരോപണം ആള് തെളിയിക്കണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി ഞാൻ ശക്തമായ കേസ് കൊടുത്ത് മറുപടി പറയേണ്ടി വരും. ഞാൻ അഴിമതിക്കാരനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പാവപ്പെട്ടവരോടൊപ്പം നിന്നുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന ശൈലി സ്വീകരിച്ച് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോയി എല്ലാവരെയും സഹായിച്ചുകൊണ്ട് കഴിഞ്ഞ 43 വർഷമായി ഞാൻ ജീവിക്കുന്നവരാണ്. ഞാൻ ആരോട് പക കാണിക്കുന്നവരല്ല. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി ചേരാനുള്ള കാരണം ഇപ്പോൾ ഉണ്ടായില്ല. കഴിഞ്ഞ 2 വർഷമായി വെള്ളനാട് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാം.